the curve satisfying the differential equation y dx minus x plus 3y square into dy equal to 0 and passing through the point 1 1 also passes through the point. ഏത് പോയിന്റിലാണ് പിന്നെ പാസ് ചെയ്യണത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് y dx മൈനസ് എക്സ് പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. പിന്നെ കർവ് പാസസ് ത്രൂ 1 1 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി ഓഫ് വൈ എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് വൈ. അതിന്റെ ഇന്റഗ്രേറ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് വൈ ഡി വൈ ആവും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, എങ്കിലും ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. y dx മൈനസ് എക്സ് പ്ലസ് ഇതല്ലേ തന്നിരിക്കുന്നത്. ഇതിനെ ഞാൻ dy ബൈ ഡി എക്സ് എന്നുള്ള ഫോമിലാക്കണം എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് y dx ഈക്വൽ ടു എക്സ് പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്ന് വന്നു. ഇനി dy ബൈ ഡി എക്സ് അപ്പൊ ഇവിടുന്ന് എന്ത് എഴുതാം? dy ബൈ ഡി എക്സ് ഈക്വൽ ടു y ബൈ എക്സ് പ്ലസ് 3y സ്ക്വയർ എന്നുള്ളതാണ് dy ബൈ ഡി എക്സ് അല്ലേ. അപ്പൊ ഡി എക്സ് ബൈ ഡി വൈ എന്ത് വരും? ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു ഇത് മുകളിലേക്ക് വരും അല്ലെ, എക്സ് പ്ലസ് 3y സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ. അതായത് രണ്ടാക്കി എഴുതുമ്പോൾ എക്സ് ബൈ വൈ പ്ലസ് 3y സ്ക്വയർ ഉണ്ട്. അപ്പൊ 3y എന്ന് പറഞ്ഞില്ലേ. ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ ടു, അപ്പൊ ഇതിനെ നമുക്ക് ഒന്നും കൂടി എഴുതാം. ഡി എക്സ് ബൈ ഡി വൈ മൈനസ് 1 ബൈ വൈ എക്സ് ഈക്വൽ ടു 3y എന്ന് എഴുതിക്കൂടെ? ഇനി നമുക്ക് ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആവുമ്പോൾ പി ഓഫ് വൈ ഇവിടെ എന്ത് വരും? പി ഓഫ് വൈ എന്ന് പറയുന്നത് മൈനസ് 1 ബൈ വൈ അല്ലേ. അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ഇന്റഗ്രൽ പി ഓഫ് വൈ ഡി വൈ, അതായത് മൈനസ് 1 ബൈ വൈ ഡി വൈ. ഇതെന്താണ് വരിക? മൈനസ് 1 ബൈ വൈ ഡി വൈന്റെ ഇന്റഗ്രൽ എന്ത് വരും? ഇ റേസ് ടു ലോഗ് വൈ അല്ലെ. മൈനസ് ഉണ്ട്, മൈനസ് ലോഗ് വൈ. ഇ റേസ് ടു മൈനസ് ലോഗ് വൈനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു ലോഗ് വൈ ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതെന്ന് പറയുന്നത് ഇ റേസ് ടു ലോഗ് വൈ റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് 1 ബൈ വൈ അല്ലേ. അപ്പൊ ഇ റേസ് ടു ലോഗ് 1 ബൈ വൈ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ വൈ ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടി? 1 ബൈ വൈ എന്ന് കിട്ടി. അപ്പൊ സൊല്യൂഷൻ എങ്ങനെ എഴുതുക? സൊല്യൂഷൻ എഴുതാനുള്ള വാക്യം ഞാൻ പറയാം. സൊല്യൂഷൻ എഴുതാനുള്ള വാക്യം എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഓഫ് വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ഡി വൈ പ്ലസ് സി. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി വൈ പ്ലസ് സി. അതായത് ക്യൂ ഓഫ് വൈ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞു? 3y ആണ് അല്ലെ. ക്യൂ ഓഫ് വൈ എന്ന് പറയുന്നത് 3y ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 1 ബൈ വൈ ആണെന്ന്. 1 ബൈ വൈ ഈക്വൽ ടു ഇന്റഗ്രൽ 3y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ വരും? 1 ബൈ വൈ ഡി വൈ പ്ലസ് സി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? എക്സ് ബൈ വൈ ഈക്വൽ ടു ഈ y ക്യാൻസൽ ചെയ്ത് പോയില്ലേ. അപ്പൊ 3 ഇന്റഗ്രൽ ഡി വൈ എന്ന് പറയുന്നത് y ആയി വരില്ലേ? 3y പ്ലസ് സി എന്ന് വരില്ലേ. ഇനി നമുക്ക് എന്താണ് ഇത് പോയിന്റ് 1 1 നമ്മൾ പോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എക്സിന് 1 വൈന് 1 കൊടുത്താൽ 1 ഈക്വൽ ടു 3 പ്ലസ് സി എന്ന് കിട്ടിയില്ലേ. അപ്പൊ സി എന്ത് വരും നോക്കൂ? സി ഈക്വൽ ടു -2 വരും. സി ഈക്വൽ ടു -2.
അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എക്സ് ബൈ വൈ ഈക്വൽ ടു 3y മൈനസ് 2 എന്ന് എഴുതാം. ഞാൻ ഇവിടെ ഒന്ന് മാക്കിണ്ടേ, അല്ലെങ്കിൽ എഴുതാനുള്ള സ്ഥലവും ഇല്ല. ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് എന്താ എഴുതണ്ടേ നോക്കൂ. അതായത് 3y² എക്സ് ബൈ വൈ ഈക്വൽ ടു 3y മൈനസ് 2. അതിനെ എക്സ് ഈക്വൽ ടു 3y² മൈനസ് 2y എന്ന് എഴുതിക്കൂടെ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് പോയിന്റ് കൂടെയാണ് പിന്നെ പോണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കിയാൽ മതി. ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കുമ്പോൾ 1/4 ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിന് 1/4 ഈക്വൽ ടു 3 ഇൻറ്റു y² എന്ത് വരും? 1/4 മൈനസ് 2 ഇൻറ്റു 1/4. ഇത് ആൻസർ ശരിയാണോ നോക്കൂ. 3/4 മൈനസ് 2/4 എന്ന് പറയുന്നത് എന്ത് വരും? 3/4 3y² എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് 1/2 ഹോൾ സ്ക്വയർ, അതായത് 1/4. 3/4 മൈനസ് 2 ഇൻറ്റു y എന്ന് പറയുന്നത് എന്താണ്? 1/2. y എന്ന് പറയുന്നത് 1/2 ആണേ. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ ഇതല്ല. ഇനി മൈനസ് 1/3 ഇട്ട് നോക്കൂ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ എന്താണ് വരിക നോക്കൂ. മൈനസ് 1/3 ഈക്വൽ ടു 3 ഇൻറ്റു 1/3² എന്ന് പറയുമ്പോൾ 1/3². അപ്പൊ ഈ 3യും ഈ 3യും ക്യാൻസൽ ചെയ്ത് പോവും. മൈനസ് 2 ഇൻറ്റു y എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 1/3 വരും. അപ്പൊ എന്ത് വരും? 1/3 പ്ലസ് 1/3 പ്ലസ് y അല്ലേ? ഇത് 1/3 ആണേ. അപ്പൊ 1/3 മൈനസ് 2/3 ആണ്. അപ്പൊ മൈനസ് 1/3 വന്നു. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഈ വാല്യൂസ് ഇട്ട് നോക്കുക. അപ്പൊ ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യണത് അതാണ് നമ്മുടെ ആൻസർ. താങ്ക് യു.